നമ്മുടെ കുട്ടികളെ സൈൻ തീറ്റ കോസ് തീറ്റയൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം ഫയർ എക്സ്റ്റിങ്ക്വിഷർ എങ്ങനെ നന്നായിട്ട് ഉപയോഗിക്കാം, സ്വിമ്മിങ് എത്ര നന്നായിട്ട് ചെയ്യാം, ഇതെല്ലാം പഠിപ്പിക്കേണ്ടതുണ്ട്. ഒരു തീപിടുത്തം ഉണ്ടായെന്നാൽ നമ്മൾ എണീറ്റ് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും വ്യക്തമായി കാണാൻ പറ്റില്ല. പകരം ഗ്രൗണ്ട് ലെവലിനോട് ചേർന്ന് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തതയുണ്ടാവും. പുക അധികം ശ്വസിക്കാതെ നമുക്ക് നല്ലപോലെ ശ്വാസം എടുത്തിട്ട് സ്റ്റെയർകേസ് ഉപയോഗിച്ച് രക്ഷപ്പെടാനായിട്ട് നോക്കാം. അതുപോലെ പാരച്യൂട്ട് പോലുള്ള സാധനങ്ങളും കയറുപയോഗിച്ച് രക്ഷപ്പെടാനുമുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ വീട്ടിലിട്ട് വയ്ക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കാനും അതുപോലെ ഈ കറണ്ടുകളെല്ലാം ഓഫാക്കാനും പ്രത്യേകിച്ചും എക്സോസ്റ്റ് ഫാൻ പോലുള്ള നമ്മൾക്ക് ഫ്യൂസ് അടിച്ച് പോകാനുള്ള തീപിടുത്തം ഉണ്ടാകാനുള്ള സാധനങ്ങൾ ഓഫാക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. തീ അണയ്ക്കാനായിട്ടുള്ള വൈദഗ്ധ്യം എല്ലാ ആളുകൾക്കും നേടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാനിക് ആവാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ സമചിത്തതയോടെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക.